ഹലോ, ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊരു കുട്ടി ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേറെ ആർക്കുമല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നല്ലൊരു ബോക്സ് പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് യോക്ക് പോർഷനിൽ ഹാൻഡ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേണൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ഒരു പേപ്പറിൽ ഡിസൈൻ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാണാൻ സിമ്പിളായിട്ടുള്ള പാറ്റേൺ ഒക്കെ ആണെങ്കിലും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ടൈം കിട്ടാനിട്ടാണ്. ആരി വർക്കിൽ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കണേ. ആരി വർക്കൊക്കെ പഠിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു ഡ്രസ്സ് കിട്ടിയാലും അതിൽ എൻ്റേതായ ഒരു വർക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോൾ കുറച്ച് നിർബന്ധമായിട്ട് വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ കിട്ടിയാൽ അതിലിതുപോലെ എന്തെങ്കിലും ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് മോക്കൊക്കെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഹാൻഡ് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതുപോലെ ഇതൊരു ബോക്സ് പ്ലേറ്റഡ് ഫ്രോക്കാണ്. അപ്പം ആദ്യം ഇതുപോലെ പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നൊക്കെ കുത്തി സെറ്റാക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ സ്കേർട്ട് പോർഷനൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യോക്ക് പോർഷനുമായിട്ട് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഈ ഒരു കുട്ടിയുടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.